ഇപ്പോൾ ഹൈറിസ്ക് എന്നൊരു കമ്പനിയിൽ ഹൈറിച്ച് എന്നൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത നാട്ടിലെ പല ആൾക്കാരുടെയും പൈസ പോയി എന്ന് കേട്ടു. ചെറിയ പൈസയൊന്നുമല്ല, ലക്ഷങ്ങളാണ് പലർക്കും നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇത്രയും പൈസയൊക്കെ ആൾക്കാർക്ക് ഒരു സ്ഥലത്ത് തന്നെ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുന്നത്? ഇവിടെയാണ് നമ്മൾ വലിയൊരു പാഠം പഠിക്കേണ്ടത്. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് നമ്മൾ ഒരിക്കലും നമ്മളുടെ കയ്യിലുള്ള പൈസ ഒരു അസറ്റ് ക്ലാസ്സിൽ കേന്ദ്രീകരിച്ച് നിക്ഷേപിക്കരുത്. അത് സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, ഇനി ഈ പറഞ്ഞ ഹൈ റിസ്ക് കമ്പനി ആയിക്കോട്ടെ, നമ്മളുടെ കയ്യിലുള്ള പൈസ നമ്മൾ എല്ലാ അസറ്റ് ക്ലാസ്സിനെയും മനസ്സിലാക്കി അതിൻ്റെ റിട്ടേൺസും അതിൻ്റെ റിസ്ക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈമും ഒക്കെ വിലയിരുത്തി വേണം പണം നിക്ഷേപിക്കാൻ. ഇനി ഈ ക്വിക്ക് മണി സ്കീംസ് ഇല്ലേ, നമ്മളെ ഇപ്പൊ കൊടീശ്വരനാക്കാം എന്നൊക്കെ പറഞ്ഞ് ഹൈ അൺറീസണബിൾ റിട്ടേൺസ് ഒക്കെ കാണിച്ച് പ്രേരിപ്പിക്കില്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്യുക, നമ്മുടെ ഗട്ടിനെ വിശ്വസിക്കുക. നമ്മുടെ ഗട്ട് ശരിക്കും നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ഏതെങ്കിലും അപകടത്തിലേക്ക് ചെല്ലുമ്പോഴേ അയ്യോ പോവല്ലേ പോവല്ലേ എന്ന് പറയും. അത് കേട്ടാൽ മതി. എവിടെയാണോ ഹൈ റിട്ടേൺസ് ഉള്ളത് അവിടെ ഹൈ റിസ്ക്കും കൂടി ഉണ്ട് എന്നത് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ കോമൺ സെൻസ് യൂസ് ചെയ്യേണ്ടത്?